നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. മുസ്ലിങ്ങൾക്കെതിരെ വീണ്ടും വിദ്വേഷ പ്രസംഗവുമായി കർണാടക മുൻ മന്ത്രിയും BJP നേതാവുമായ KS ഈശ്വരപ്പ. ക്ഷേത്രഭൂമിയിൽ നിർമ്മിച്ചതെന്ന് ആരോപിക്കുന്ന പള്ളികളിൽ നിന്ന് മുസ്ലിങ്ങൾ സ്വമേധയാ ഒഴിഞ്ഞു പോകണമെന്നും അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നോ എത്ര പേർ കൊല്ലപ്പെടുമെന്നോ പറയാനാവില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ബെളഗാവിയിൽ ഹിന്ദുത്വ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മധുര ഉൾപ്പെടെ രണ്ടിടങ്ങളിൽ കൂടി പരിഗണനയിലുണ്ട്. ഇന്നോ നാളെയോ ആകട്ടെ കോടതി വിധി വന്നാൽ ക്ഷേത്ര നിർമ്മാണവുമായി മുന്നോട്ടു പോകും. അതിലൊരു സംശയവും വേണ്ട. അത്തരം മസ്ജിദുകൾ നിർമ്മിച്ച പ്രദേശങ്ങളിൽ നിങ്ങൾ മുസ്ലിങ്ങൾ സ്വമേധയാ ഒഴിഞ്ഞാൽ അത് പ്രയോജനകരമാകും. അല്ലെങ്കിൽ എത്ര പേർ കൊല്ലപ്പെടും, എന്തെല്ലാം സംഭവിക്കും എന്നതുൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങൾ ഞങ്ങൾക്കറിയില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങി മന്ത്രിപദവി നഷ്ടമായ ഈശ്വരപ്പ വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ നിരന്തരം വാർത്തകളിൽ ഇടം പിടിക്കുന്നയാളാണ്. ക്ഷേത്രങ്ങൾ നശിപ്പിച്ച് നിർമ്മിച്ച ഒരു മസ്ജിദും വെറുതെ വിടില്ല. അത്തരത്തിലുള്ള ഒരു പള്ളിയും ഈ രാജ്യത്ത് നിലനിൽക്കില്ല. ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കുമെന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുകയും പറയുകയും ചെയ്യും എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ഗദഗിൽ നടത്തിയ പ്രസംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലത്ത് ശിവമോഗയിൽ നടന്ന ചടങ്ങിൽ തെരഞ്ഞെടുപ്പിൽ ഒറ്റ മുസ്ലിം വോട്ട് പോലും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞും ഈശ്വരപ്പ വിവാദമുണ്ടാക്കിയിരുന്നു. 60,000 മുതൽ 65,000 വരെ മുസ്ലിം വോട്ടുകൾ ശിവമോഗയിലുണ്ട്. തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്, അതിൽ ഒരൊറ്റ വോട്ട് പോലും വേണ്ട എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഷിമോഗയിൽ BJP തോറ്റു തൊപ്പിയിടുകയും ചെയ്തു എന്നത് മറ്റൊരു വസ്തുത. അയോധ്യ രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിന്റെയും അതുപോലെ തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും പശ്ചാത്തലത്തിൽ ഗൗരവം നിറഞ്ഞതാണ് ഈ പ്രഖ്യാപനം. മധുര ഈദ്ഗാ പള്ളിയിലെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിധി വന്നിരുന്നു. ആ വിധി പോലും മാനിക്കാതെയാണ് ഇദ്ദേഹം പരസ്യമായ കൊലവിളിയും കലാപാഹ്വാനവും നടത്തിയിരിക്കുന്നത്. സംഘപരിവാറിന് വീണ്ടും കർണാടകയിൽ തിരിച്ചു വരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് തീവ്ര ഹിന്ദുത്വ വർഗീയതയാണ് എന്ന തിരിച്ചറിവിലാണ് BJP നേതാവിന്റെ ഈ പ്രസ്താവന എന്നതിൽ സംശയം വേണ്ട. കർണാടകയുടെ യാത്ര ചെയ്യുന്ന രാമഭക്തർക്ക് സംരക്ഷണം നൽകിയില്ലെങ്കിൽ ഗോത്ര ആവർത്തിക്കും എന്ന് കർണാടക കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഏത് അർത്ഥത്തിലാണ് എന്നത് കൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാൻ BJP വലിയ ശ്രമങ്ങൾ നടത്തും. അവർക്ക് പ്രധാനം ലക്ഷ്യമാണ്, മാർഗമല്ല എന്നത് നിരവധി തവണ അവരുടെ തന്നെ പ്രവൃത്തികളിലൂടെ അവർ തെളിയിച്ചിട്ടുള്ളതാണ്. മാർഗം അവർക്കൊരു വിഷയമേ അല്ല. ലക്ഷ്യം നേടാൻ ഏത് അധാർമിക മാർഗങ്ങളിലൂടെയും അവർ കടന്നു പോയേക്കും. അതിനാൽ തന്നെ ജാഗ്രതയും ഇത്തരം പ്രകോപനങ്ങളിൽ നിന്നുള്ള നിയന്ത്രണവും മതേതര ജനാധിപത്യ വിശ്വാസികൾ കാത്തു സൂക്ഷിക്കണം. കാരണം ഇവർക്ക് എന്തുമാവാം എന്നതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ.